അനൻ എന്തോ അനൻ നല്ല കോസ്റ്റ്യൂം അനൻ. താങ്ക് യു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഒരു ക്ലാസ് ലുക്ക്, നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളെ ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പ്രിയപ്പെട്ട അൻവർ സാദ് സാറ് പാടിയ ആ ഹാത്തിമ റസൂൽ എന്നാണ് തുടങ്ങുന്ന ഗാനമാണ് പാടുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇന്ന് അൻവർക്കയുടെ ഒരു പാട്ടുമായിട്ടാണ് അനൻ വന്നിട്ടുള്ളത്. എന്തായാലും നന്നായിട്ട് പാടും അനൻ. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ഉമ്മയില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അടിപൊളിയായിട്ട് പാടും. താങ്ക് യു.
അനൻ എന്തോ എങ്ങനെ പാടി ചോദിക്കാം അല്ലേ? ഉം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുവാണ്. അൻവർക്ക് അതിന്റെ ഓർക്കസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അസലായിട്ട് ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നമുക്ക് അനന്റെ പെർഫോമൻസിന്റെ കമന്റ്സ് പറഞ്ഞു തുടങ്ങാം പ്ലീസ്. ഇത് ഒരു ഗസൽ ടൈപ്പിലുള്ള പാട്ടാണ്. ഞാൻ ആദ്യം ഞെട്ടിയത് നമ്മുടെ ഭവീഷിൻ്റെ തബല വാദനം തകർത്ത് കളഞ്ഞു. എൻ്റെ പൊന്ന് മനുഷ്യനാണ് നിങ്ങൾ തകർത്ത്. ഞാൻ വിചാരിച്ച് ആ ഭാഗം രണ്ടുപേരും വായിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. കാരണം ആ ഗസലിൻ്റെ ആ ഒരു ശൈലിയിലുള്ള ആ ഒരു പോക്കാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ചു. അതിൽ വലിയ സന്തോഷം. പിന്നെ അനൻ ഈ പട്ടർമാൽ സീസൺ 12 ഇതുവരെ പാടിയതിൽ ഏറ്റവും നന്നായിട്ട് പാടിയ പാട്ട്. താങ്ക് യു. മറ്റൊരു പാട്ടും ഇത്രയും ഭംഗിയായിട്ട് പാടി ഞാൻ കേട്ടില്ല. കാരണം നല്ല ചാരുകശി രാഗത്തിലുള്ള സുന്ദരമായ പാട്ടാണ്. അടിയൻ പാടിയ പാട്ടാണ്. താങ്ക് യു. പിന്നെ അത് വളരെ മനോഹരമായിട്ട് പാടി മക്കൾ. ഞാൻ ഞെട്ടി. ഞാനിങ്ങനെ ഇവിടെ പറയുമായിരുന്നു, ഷബുനോട് പറയും, ദൈവമേ ഞാൻ പോലും വലിയ കഷ്ടപ്പെട്ടാണ് ഈ പാട്ട് പാടിയത് റെക്കോർഡിങ്ങിന്. ഇത് കുട്ടി എങ്ങനെ പാടുമെന്ന് ഒരു സംശയം വന്നു. ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരിത്, അത് അഡ്ജസ്റ്റ്മെൻറ്റ്. നീ ബുദ്ധിയുള്ള കുട്ടിയാ. ഖാത്തിമുർ റസൂലുള്ള പിറന്ന മണ്ണിത്, സിംഗിൾ ബ്രത്താണ്. പക്ഷേ നീ അത് രണ്ടാക്കി വേറെ രീതിയിലാക്കി ഒരു കണക്കിന് അത് ഒപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ വലിയ അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ ശരിയാക്കി എടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാലൻ്റാണ്. കാരണം സിംഗിൾ ബ്രത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. പിന്നെ അനുപല്ലവി തീരുന്ന സ്ഥലത്തുള്ള ഹമ്മിങ്ങും പിന്നെ ചരണം തീരുന്ന ഹമ്മിങ്ങൊക്കെ വളരെ മനോഹരമാണ് മക്കളെ. ഞാൻ ഇത്രയും പെർഫെക്റ്റായിട്ട് വേറൊരു പാട്ടും മുമ്പ് പാടി തന്നെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. വളരെ മനോഹരമായിട്ട് പാടിയ മക്കളെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഷബ്നം, അൻവർക്ക് പാടിയ പാട്ടാണ്. ഈ പാട്ട് പാടിയ ഗായകൻ ജഡ്ജിങ് പാനലിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ടസ്റ്റന്റ് പാടിയ പാട്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. അതെ അതെ, കാര്യം അൻവർക്കായ്ക്ക് നല്ല ടെൻഷനായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, റബ്ബേ പാടണേ, നന്നായിട്ട് പാടണേ എന്നപ്പം എനിക്കും ടെൻഷനായി. കാര്യം അവളത് ഇക്ക പറഞ്ഞു, ഇക്കായും അത് ഇക്ക തന്നെ അത് ടഫായിട്ടാണ്, ആ സോങ് ഒത്തിരി ടഫാണെന്ന് പറഞ്ഞു. അപ്പം അനൻ അത് പാടി ഫലിപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാര്യം അതിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്ന ഈ പാട്ടിൽ ഭാവം പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഇത്തിരി ടഫായിട്ടുള്ള കാര്യമാണ്. അത് ഭീകരമായിട്ട് ചെയ്തു. ഇതുവരെ കേട്ട അനൻ്റെ സോങ്സിൽ അതാണ് നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. അത്രയും ഫീലായിരുന്നു ആ പാട്ട് മൊത്തം. ടുവേർഡ്സ് അത് എൻഡ് വരെ, തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ അത് ഒരേ ലെവലിൽ, ഒരിടത്ത് പോലും കുറഞ്ഞിട്ടില്ല. ഒരേ ലെവലിൽ ഇങ്ങനെ ഒരേ ഫീലിൽ നമ്മളെ ആ ഒരു എന്താ പറയുക, ക്രാഷും ഇല്ലാണ്ട് കൊണ്ടെത്തിച്ചു ഞങ്ങളെ ആ ഒരു തലത്തിലേക്ക്. അടിപൊളി. താങ്ക് യു സോ മച്ച്.